മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031. ഈ പാത പണിയാൻ അതിനുവേണ്ട സർവേ നടത്താൻ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടാൻ നമ്മൾ സന്നദ്ധമാകുകയാണ് എങ്കിൽ കേരളത്തിൽ വലിയ വികസന കുതിപ്പാണ് ഉണ്ടാകാൻ പോകുന്നത്. ജനവാസം കുറഞ്ഞ മേഖലയിലൂടെ രണ്ട് ഭാഗത്തേക്കും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഈ കുതിപ്പിന് ശക്തി പകരാൻ ഈ പാത വഴിയൊരുക്കുകയുണ്ട്. നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖം വലിയ പ്രതീക്ഷയും നമ്മുടെ അഭിമാനവുമാണ്. ആ വിഴിഞ്ഞത്തിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കണമെങ്കിൽ ഈ ദൂരക്കുറവ് വലിയ ഗുണകരമാവും. ഒരംഗത്തിന് ഏത് കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനോട് ഞാനും യോജിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ വേണമെന്നുള്ളത് അംഗം നിയമസഭാ സെക്രട്ടേറിയറ്റും ആലോചിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ദശാബ്ദമൊന്നും ഈ ഗവൺമെന്റ് ആയാലും ഇനി ഏതെങ്കിലും കാലത്ത് മാറി ഗവൺമെന്റ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ റെയിലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു സർക്കാരിന്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത്. ഒരംഗത്തിന് ഏത് കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനോട് ഞാനും യോജിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ വേണമെന്നുള്ളത് അംഗം നിയമസഭാ സെക്രട്ടേറിയറ്റും ആലോചിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ദശാബ്ദമൊന്നും ഈ ഗവൺമെന്റ് ആയാലും ഇനി ഏതെങ്കിലും കാലത്ത് മാറി ഗവൺമെന്റ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ റെയിലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു സർക്കാരിന്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത്. സർ, വാഹനപ്പെരുപ്പവും യാത്രക്കാരിലുണ്ടായ വൻ വർധനവും റോഡ് മാർഗമുള്ള യാത്രകൾ ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ ഈ ദുരിതം അതിനേക്കാളേറെ കഷ്ടമാണ്. കേരളം ഒരു നഗരമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കേരളത്തിനേക്കാൾ ധൃതിയിലാണ് മലപ്പുറം ജില്ലയിലെ ജനവാസ കേന്ദ്രങ്ങൾ നഗരവൽക്കരിക്കപ്പെടുന്നത്. ഈ സന്ദർഭത്തിൽ പുതിയ യാത്രാ മാർഗങ്ങൾ കണ്ടെത്തേണ്ടത്, തുറക്കേണ്ടതും ആവശ്യമാണ്. ആ നിലക്കാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് തിരൂരിലേത്. ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കും, തിരൂരിൽ നിന്ന് ഷൊർണൂരിലേക്കും, ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുമാണ് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ വന്നത്. ആ തിരൂരിനെയും ആ നിലമ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയിൽ അതുവഴി മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണ് എങ്കിൽ യാത്ര ദൂരം കുറയും, ചെലവ് കുറയും, സമയം ലാഭിക്കാൻ കഴിയും. ഇതിനോടൊപ്പം തന്നെ നഞ്ചങ്കോട് നിന്ന് മൈസൂരിലേക്ക് അരനൂറ്റാണ്ടിലധികമായി ചർച്ച ചെയ്യപ്പെട്ടു വരുന്ന ഒരു പാതയുടെ വർത്തമാനം നമുക്കെല്ലാവർക്കും അറിയാം. 2013-14 വർഷത്തിൽ അതിന്റെ സർവേ നടത്തി അത് നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാനവും കേന്ദ്രവും 51%, 49% എന്നീ ക്രമത്തിൽ പണം വഹിച്ചുകൊണ്ട് അത് നടത്താം എന്നതിനെക്കുറിച്ചുള്ള ധാരണകളും ചില വർത്തമാനങ്ങളും പത്രത്തിൽ വായിക്കുവാനും നമുക്ക് സാധിക്കുകയുണ്ടായി. അതും അതിന്റെ തുടർ നടപടികൾ ഒന്നുമായിട്ടില്ല. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു സർവേയാണ് തിരൂർ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷന് വേണ്ടിയുള്ള സർവേ. അതും എവിടെയും എത്താതെ കിടക്കുന്ന ഒരു സന്ദർഭമാണുള്ളത്. അതേപോലെ തിരുനാവായിൽ നിന്ന് ഗുരുവായൂരിലേക്ക് മറ്റൊരു സർവേ നടക്കുകയും അത് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ ഉള്ള പറഞ്ഞു കേട്ടു എങ്കിലും അതും ആരംഭിച്ചിട്ടില്ല. തിരൂരിൽ നിന്ന് ഈ രണ്ട് പാതകളും വടക്കോട്ടും തെക്കോട്ടും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക കൂടി ചെയ്താൽ ഈ മെട്രോ ലൈൻ ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നടുക്ക് വരിക കൂടി ചെയ്യുകയാണ് എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മൈസൂരിലേക്കുള്ള യാത്രാ ദൂരം, റെയിൽവേ ദൂരം ഇപ്പോഴുള്ളതിന്റെ പകുതിയായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് സംഭവം. ഇപ്പോൾ 961 കിലോമീറ്റർ റെയിൽവേ വഴി യാത്ര ചെയ്താലേ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് മൈസൂരിലെത്താൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ കാസർഗോഡുള്ള യാത്രക്കാരൻ മൈസൂരിലെത്തണമെങ്കിൽ റെയിൽവേ വഴി യാത്ര ചെയ്യാൻ 503 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇതുവഴി ഒരു പാളം വരിക കൂടി ചെയ്താൽ കാസർഗോഡ് നിന്ന് 100 കിലോമീറ്റർ കുറഞ്ഞ ദൂരത്തിൽ യാത്ര ചെയ്ത് മൈസൂരിലെത്താൻ സാധിക്കും. തിരുവനന്തപുരത്ത് നിന്ന് പോവുകയാണ് എങ്കിൽ ഇപ്പോൾ ഉള്ളതിന്റെ പകുതിയിൽ താഴെ ദൂരം മാത്രമേ വരികയുള്ളൂ. ഈ പാത പണിയാൻ അതിനുവേണ്ട സർവേ നടത്താൻ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടാൻ നമ്മൾ സന്നദ്ധമാകുകയാണ് എങ്കിൽ കേരളത്തിൽ വലിയ വികസന കുതിപ്പാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് ജനവാസം കുറഞ്ഞ മേഖലയിലൂടെ രണ്ട് ഭാഗത്തേക്കും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ചെലവ് ചുരുങ്ങി യാത്രയും സമയലാഭവും കിട്ടുന്ന തരത്തിൽ കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഈ കുതിപ്പിന് ശക്തി പകരാൻ ഈ പാത വഴിയൊരുക്കുകയുണ്ട്. മാത്രമല്ല, നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖം വലിയ പ്രതീക്ഷയും നമ്മുടെ അഭിമാനവുമാണ്. ആ വിഴിഞ്ഞത്തിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കണമെങ്കിൽ ഈ ദൂരക്കുറവ് വലിയ ഗുണകരമാവും.
മാത്രമല്ല നമുക്ക് വാണിജ്യ, വിദ്യാഭ്യാസ, തൊഴിൽ, ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന കുതിപ്പും ആയതുകൊണ്ട് ഇങ്ങനെ ഒരു റെയിൽവേ പാതയ്ക്ക് വേണ്ടിയുള്ള സർവേ നടത്താൻ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുകയും അതിനുവേണ്ട എല്ലാ സഹകരണം ചെയ്യാൻ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഒരംഗത്തിന് ഏത് കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനോട് ഞാനും യോജിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ വേണോ എന്നുള്ളത് അംഗം നിയമസഭാ സെക്രട്ടേറിയറ്റും ആലോചിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ദശാബ്ദമൊന്നും ഈ ഗവൺമെന്റ് ആയാലും ഇനി ഏതെങ്കിലും കാലത്ത് മാറി ഗവൺമെന്റ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ റെയിലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു സർക്കാരിന്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത്. ചോദ്യം. നെഞ്ചങ്കോട് റെയിൽവേ സ്റ്റേഷന് വേണ്ടി കേന്ദ്രവും സംസ്ഥാനവും 49%, 81% എന്നീ രീതിയിൽ പണം ചെലവഴിച്ചുകൊണ്ട് പണി നടത്തിയതിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. അത് നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രി. സർ, റെയിൽവേ സ്റ്റേഷനൊക്കെ അഭിവൃദ്ധിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. താങ്കൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നയിച്ച ഒരു ശ്രദ്ധ ക്ഷണിക്കല്ലേ, കേരള മുഖ്യമന്ത്രി വളരെ രൂക്ഷമായ രീതിയിൽ വളരെ പരിഹാസത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. എന്താണ് താങ്കളുടെ പ്രതികരണം? കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നപ്പോൾ മനസ്സിന് ചെറിയ വേദനയൊക്കെ ഉണ്ടായി. ഞാൻ കേരളത്തിൻ്റെ വരാൻ പോകുന്ന വലിയ വികസനത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം ഞാൻ അവതരിപ്പിച്ചത്. ഇത് നമ്മുടെ മണ്ഡലത്തിൽ, തിരൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ സംഘടിപ്പിച്ച വികസന സെമിനാറിൽ ഈ ആശയം ഞാൻ അവതരിപ്പിച്ചു. ഈ പ്രാവശ്യം കൂടിയ വികസന സെമിനാറിലും ഈ ആശയം ഞാൻ മുന്നോട്ട് വച്ചിരുന്നു. ഇത് ഇവിടുത്തെ പത്രങ്ങളിൽ ഇത് വാർത്തയായി വരികയും ചെയ്തതാണ്. ഈ വിഷയത്തെക്കുറിച്ച് വളരെയേറെ ഞാൻ ഗൗരവത്തിൽ പഠിക്കുകയും ഇങ്ങനെ ഒന്ന് വന്നാലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരാവശ്യം എനിക്ക് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധ ക്ഷണിക്കൽ സന്ദർഭത്തിൽ കേരള നിയമസഭയിൽ ഞാൻ അവതരിപ്പിച്ചത്. ഇത് വരികയാണ് എങ്കിൽ ഉണ്ടാകുന്ന നേട്ടം ചെറുതല്ല. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരാശയം ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സ്വാഭാവികമായിട്ടും നിയമസഭയിൽ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ താങ്കൾ ആഴത്തിലൊരു പഠനം നടത്തിയിട്ടുണ്ടാവും. അതിൽ ചൂണ്ടിക്കാണിക്കാവുന്ന പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെ? ഇങ്ങനെ തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് റെയിൽവേ പാത, ഞാനവിടെ മെട്രോ മാതൃകയിൽ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മെട്രോ ലൈൻ തന്നെ വേണമെന്ന വാശിയിലല്ല ഞാനത് സംസാരിക്കുന്നത്. റെയിൽവേ പാളമാണ് എൻ്റെ ഉദ്ദേശം. മെട്രോ ലൈൻ വരുമ്പോൾ വേറെ ചില ഗുണങ്ങളുണ്ട്. ഞാൻ റെയിൽവേ പാളം വരുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം, ഒന്ന്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മൈസൂരിലേക്ക് യാത്ര ചെയ്യാൻ 961 കിലോമീറ്റർ യാത്ര ചെയ്യണം. നമുക്ക് നേരത്തെ കേരളപ്പിറവിയോളം പഴക്കമുള്ള ഒരു സർവേ കേരളത്തിലുണ്ട്. തിരൂരിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് ഒരു പാത, അതേപോലെ തന്നെ തിരുനാവായിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള മറ്റൊരു പാത. ഇങ്ങനെ 2 സർവേകൾ മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിൽ തിരൂർ എടപ്പള്ളി പാത വരികയും അതേപോലെ നിലമ്പൂരിൽ നിന്ന് നഞ്ചങ്കോട്ടേക്ക് മറ്റൊരു പാതയുടെ സർവേ വീണ്ടും 2013-14 വർഷത്തിൽ നടത്തിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി പൂർത്തീകരിച്ചാൽ ആ നിലമ്പൂരിനെയും തിരൂരിനെയും കൂടി ബന്ധിപ്പിക്കുന്ന മറ്റൊരു പാളം കൂടി വരികയാണ് എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മൈസൂരിലേക്കുള്ള യാത്ര 450 ചുരുങ്ങി വരും. എന്ന് വെച്ചാൽ പകുതിയിലധികം ചുരുങ്ങും എന്നർത്ഥം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റമായ കാസർഗോഡ് നിന്ന് മൈസൂരിലേക്ക് പോകണമെങ്കിൽ അവർക്ക് 503 കിലോമീറ്റർ യാത്ര ചെയ്യണം. തൊട്ടടുത്ത സംസ്ഥാനത്തെ മൈസൂർ പ്രദേശത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ 503 കിലോമീറ്റർ യാത്ര ചെയ്യണം. എന്നാൽ ഇത് തിരൂരിൽ നിന്ന് നിലമ്പൂർ വഴി നഞ്ചങ്കോട് പാത വരികയാണ് എങ്കിൽ അവർക്ക് അതിൽ 100 കിലോമീറ്ററോളം കുറവ് വരും. ഇതൊന്നും ചെറിയ നേട്ടമല്ലല്ലോ. മാത്രമല്ല, കേരളത്തിൻ്റെ വികസന കുതിപ്പിൽ പുതിയ മാർഗങ്ങൾ വളർന്നു വരേണ്ടതില്ലേ? നമ്മുടെ ജില്ലയിലെ ഗതാഗത കുരുക്ക് ചെറുതാണ്. റോഡ് വികസിപ്പിച്ച് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ജനപ്പെരുപ്പത്തിനേക്കാൾ വലിയ അളവിലാണ് വാഹനപ്പെരുപ്പം. ഓരോ വീട്ടിലും 3-4 വാഹനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിരിക്കും.
യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കും. ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ പുതിയ മാർഗങ്ങൾ തുറക്കേണ്ടതില്ലേ? ഞാൻ അതിന് ഉപയുക്തമാകുന്ന ഏറ്റവും ഗുണകരമാകുന്ന ഒരു പദ്ധതിയാണ്, ഒരാശയമാണ് കേരള നിയമസഭയിൽ ഞാൻ അവതരിപ്പിച്ചത്. ഒരു പക്ഷേ ഭാവിയിൽ വലിയ തോതിൽ ഒരു വികസന വിപ്ലവം തന്നെ ഉണ്ടാക്കാവുന്ന ഇത്രയും വലിയൊരു പദ്ധതി അവതരിപ്പിച്ചൊരു MLA അനുമോദിക്കേണ്ടതിന് പകരം പരിഹസിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാവും? അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്. റെയിലിനെ, സിൽവർ ലൈനിനെ എതിർക്കുന്ന കൂട്ടത്തിലാണ് ഞാനുള്ളത്. ആ ഒരു ദേശം കൂടി വെച്ച് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ഇത് മാത്രമല്ല, CPM-ൻ്റെ നേതാവ് എന്ന നിലക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വികസന കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിൽ കുറച്ച് പിന്നിലാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ നെല്ലുകുത്ത് മെഷീൻ കൊണ്ടുവന്നപ്പോൾ, കല്ല് വെട്ടുന്ന യന്ത്രം വന്നപ്പോൾ, ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ വന്നപ്പോൾ, കമ്പ്യൂട്ടർ വന്നപ്പോൾ ഒക്കെ CPM സ്വീകരിച്ച നിലപാട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ച നിലപാട് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ യഥാർത്ഥ വികസനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് കുറച്ച് സമയം വേണ്ടിവരും. അതുകൊണ്ടായിരിക്കാം അതിനെ അദ്ദേഹം എതിർത്തത്. ഭാവിയിൽ അതിനൊക്കെ അനുകൂലിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഈ കേരയിൽ പോലെയുള്ള പദ്ധതികളെ UDF പ്രധാനമായിട്ടും എതിർക്കാൻ കാരണം ജനവാസ മേഖലകളിലൂടെ കടന്നു പോകുന്നു, അതിൻ്റെ കുടിയൊഴിക്കൽ ഉൾപ്പെടെയുള്ള പ്രധാന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. ഈ പദ്ധതിക്കും അത്തരം വിഷയങ്ങൾ ഉയർന്നു വരില്ലേ? ഞാൻ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്, ജനവാസം കുറഞ്ഞ പ്രദേശങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇത് കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നുകൂടി ഞാൻ സഭയിൽ തെരഞ്ഞ് ഉപയോഗിച്ചൊരു വാക്കാണ്. കേരളയിനെ എതിർക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല. കേരളയിൽ ജനവാസമുള്ള സ്ഥലത്ത് കൂടി പോകുന്നു, നാടിനെ രണ്ടായി പിളർക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുന്നതിന് പുറമെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് ഒരു റെയിൽവേ പാളമുണ്ട്. കേന്ദ്രത്തിൻ്റെ ഒരു വലിയ പദ്ധതി, അതിൻ്റെ വളവുകൾ നിവർത്തിയാൽ നമുക്ക് കേരളയിൽ കൊണ്ട് കിട്ടുന്ന അതേ സമയം വണ്ടിയുടെ സ്പീഡ് കൂട്ടുകയും ചെയ്താൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സമയം ലാഭിക്കുവാനും സാധിക്കും എന്ന് വിദഗ്ധന്മാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് കേന്ദ്രം ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് താല്പര്യം കാണിക്കുന്നില്ല. എന്താണ് അതിനർത്ഥം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ലൈൻ ഉണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ആ വളവ് തീർത്തിയാൽ തന്നെ വണ്ടിയുടെ സ്പീഡ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്നു. പിന്നെ ഒരു അരമണിക്കൂറിൻ്റെ ലാഭത്തിന് വേണ്ടി മറ്റൊരു സമാന്തര പാത എന്തിനു പണിയണം? അത് പരീക്ഷിക്കട്ടെ, അതിൻ്റെ വിദഗ്ധമായ ചർച്ച നടക്കട്ടെ, ജനകീയമായ ഒരു ചർച്ച സംഘടിപ്പിക്കട്ടെ. അതൊന്നുമില്ലാതെ കേരളയിൽ എന്ന വാദം എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. അത് വികസനത്തിനേക്കാൾ അപ്പുറം മറ്റെന്തോ താല്പര്യമുണ്ട് എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പുതിയ ആശയവുമായി ബന്ധപ്പെട്ടിട്ട് പിണറായിയോടും സൈബർ സഖാക്കളോടും എന്താണ് പറയാനുള്ളത്? പിണറായിയോട് എനിക്ക് ബഹുമാനമാണുള്ളത്. പ്രായമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, കേരളത്തിലെ മുഖ്യമന്ത്രി. ആ നിലക്ക് അദ്ദേഹത്തിന് മറ്റെന്തോ ചിന്തയുടെ ഫലമായിട്ടായിരിക്കാം ബാലിശമായ വിമർശനം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹവും എന്നെ വിമർശിക്കുന്ന സൈബർ സഖാക്കളും അത് തിരുത്തും എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. മലപ്പുറം ജില്ല എന്ന ആശയം വന്നപ്പോൾ എതിർത്ത ആളുകളുണ്ടായി. ഈ ജില്ല കൊണ്ടുവരുന്നതിന് വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ KR ഗൗരിയമ്മ പ്രത്യേകം താല്പര്യമെടുത്ത് പരിശ്രമം നടത്തിയാണ് ജില്ല വന്നത് എന്നൊരു വാർത്ത നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നപ്പോൾ CH മുഹമ്മദ് കോയ സാഹിബ് ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ വേണ്ടത്ര രുചിയോടുകൂടി സ്വീകരിക്കാതെ പോയ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിനെ തറക്കല്ലിടൽ കർമ്മത്തിന് പോലും ബഹുമാന്യനായ മുഖ്യമന്ത്രി എത്താതെ പോയത് കേരളത്തിലെ രണ്ടാമത്തെ ഒരു യൂണിവേഴ്സിറ്റി വരുന്ന സന്ദർഭത്തിൽ ആ വലിയ പ്രധാനപ്പെട്ട ചടങ്ങിന് പോലും എത്താതെ പോയ ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ പലരും പലതരത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. കേരളത്തിൽ സെക്കൻഡറി തലം വരെ സൗജന്യമാക്കാനുള്ള മുസ്ലിം ലീഗിൻ്റെയും മഹാനായ CH-ൻ്റെയും വലിയൊരു ആശയം അതും നീട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് സഖാവ് KPR ഗോപാലൻ ഇടപെട്ട് അത് നടപ്പിലാക്കാൻ ശ്രമിച്ച കഥയും മാതൃഭൂമി വാരികയിൽ ഒരിക്കൽ വിസ്തരിച്ചു വന്നത് ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെയൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് പഴയ കാലത്തും വിമർശനങ്ങളും തണുപ്പൻ നയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് CPM-നെയും അവരെയും ഒക്കെ വിലയിരുത്താൻ നമുക്ക് സാധിക്കും, സമൂഹത്തിന് അവരെ തിരിച്ചറിയാനും സാധിക്കും. ഞാനൊരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഈ ആശയം നാളെ കേരളം ചർച്ച ചെയ്യും. ഭാവിയിൽ ഇത് നമുക്ക് ആവശ്യമായി വരും. തിരുവനന്തപുരത്ത് നിന്ന് മൈസൂരിലേക്കുള്ള യാത്രാ ദൂരം പകുതിയായി ചുരുങ്ങുന്നു. കാസർഗോഡ് നിന്ന് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ 100 കിലോമീറ്റർ ലാഭം ഉണ്ടാക്കുന്നു. കേരളത്തിൻ്റെ ഈ തിക്കും തിരക്കിനും ഇടയിൽ ഈ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ തിരൂരിൽ നിന്ന് മറ്റൊരറ്റത്തേക്ക് നിലമ്പൂരിലേക്ക് യാത്ര ചെയ്യാൻ 3.5 മണിക്കൂറോളം വേണ്ടിവരും എന്നുള്ളത് 1 മണിക്കൂറായി ചുരുങ്ങുന്നു. ഒപ്പം സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു, നാടിൻ്റെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കുന്നു.
വിദ്യാഭ്യാസ, വാണിജ്യ, തൊഴിൽ, ആരോഗ്യ മേഖലയിലൊക്കെ ഒരു പരിവർത്തനത്തിന് ഇത് തുടിപ്പുകൊട്ടും എന്നൊക്കെ വിലയിരുത്താൻ സമൂഹത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇതും നടപ്പിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ, കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 3000331.